രാത്രി സമയത്ത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടായാൽ വനമേഖലയിലൂടെ കിലോമീറ്ററുകൾ താണ്ടേണ്ട ഗതികേടിൽ ജീവിക്കുന്ന കുറച്ച് മനുഷ്യരെ കാണുക. ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ചികിത്സ കിട്ടാൻ എന്തു ചെയ്യും എന്ന ആശങ്കയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാമിന് മുകൾ ഭാഗത്തുള്ള അമ്പൂരിയിലെ മനുഷ്യർ. വനമേഖലയും കുടിയേറ്റ പ്രശ്നവുമായ അമ്പൂരിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയും രാത്രികാല സേവനവും ലഭ്യമാക്കണമെന്ന നാട്ടുകാരുടെ ദീർഘനാളായുള്ള ആവശ്യം അധികൃതർ തീർത്തും അവഗണിക്കുകയാണ്. അസുഖം വരുമ്പോ എങ്ങനെയാ ചെയ്യാറ്? വെളി കൊണ്ടു വേറെ സ്ഥലത്ത് കൊണ്ടു. ബുദ്ധിമുട്ടല്ലേ അത്? ചെയ്യാൻ പറ്റും. നെയ്യാർ ഡാമിന്റെ മുകൾ ഭാഗത്തുള്ള മായം റോഡിലാണ് അമ്പൂരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. വനമേഖലയോട് ചേർന്നു കിടക്കുന്ന ഇവിടെ വൈകുന്നേരം 4 മണി വരെ മാത്രമാണ് നിലവിൽ ചികിത്സ. 4 മണി കഴിഞ്ഞ് ഒരു അസുഖം വന്നാൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കാതെ ജനങ്ങൾക്ക് മറ്റു വഴികളില്ല. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നല്ല ചികിത്സ ലഭിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. എന്നാൽ കിടത്തി ചികിത്സ ഇല്ലാത്തത് മൂലം പലപ്പോഴും PHCയെ ആശ്രയിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. മാറി 3 ഡോക്ടർമാരൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചികിത്സയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കിടത്തി ചികിത്സയ്ക്കുള്ള സംവിധാനം വേണമെന്ന്. അതിന് അവിടെ പഞ്ചായത്ത് അതിൻ്റെ തൊട്ടടുത്ത് കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് വാഹനം വിളിച്ച് പോകേണ്ടി വരുന്ന ഒരു സംവിധാനത്തിലാണ് ഇപ്പം നിലവിലുള്ളത്. പെട്ടെന്നൊരു അസുഖം വന്നാൽ വിദഗ്ധ ചികിത്സയ്ക്കായി കിലോമീറ്ററുകൾ ദൂരെയുള്ള കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ്. മലയോര മേഖലയായതിനാൽ രാത്രികാല യാത്രയും ദുർഘടം പിടിച്ചതാണ്. കിടത്തി ചികിത്സ അടക്കം നടത്താൻ കെട്ടിടം പണിയാൻ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. PHCയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് നാടിന്റെ പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആദിവാസി മേഖല, കുടിയേറ്റ പ്രദേശം, പൈച്ചയും ബെൽറ്റ് ഇങ്ങനെയുള്ള സാധാരണക്കാരായ ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമുക്കൊരു കൃത്യ ചികിത്സ കിട്ടിയാൽ ജനങ്ങൾക്ക് ഏറ്റവും ഒരു ഉപകാരപ്രദമായിരിക്കും. അത്യാവശ്യം ഒരു ചികിത്സ ലഭിക്കണമെങ്കിൽ ഒന്നെങ്കിൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പോകണം, അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിയിൽ കാട്ടാക്കട പോകണം. അതിപ്പോൾ 10-30 കിലോമീറ്റർ അകലെയാണ്. നിലവിൽ ഇവിടെ ഒരു സ്ഥിരം ഡോക്ടർ മാത്രമാണുള്ളത്. ബാക്കിയുള്ള ആരോഗ്യ പ്രവർത്തകരെ പഞ്ചായത്താണ് താൽക്കാലികമായി നൽകിയിരിക്കുന്നത്. മലയോര മേഖലയായതിനാൽ ഡോക്ടർമാർ ഇവിടെ സ്ഥിരമായി ജോലി ചെയ്യാനും താല്പര്യം കാണിക്കാറില്ല. സർക്കാർ ഡോക്ടർമാർ 3 വർഷം നിർബന്ധിതമായി ഗ്രാമീണ മേഖലയിൽ ജോലി ചെയ്യണമെന്ന നിയമമുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഡോക്ടർമാരെ പകൽ നേരത്തെങ്കിലും കിട്ടുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ആദിവാസി ജനമേഖലയിലെ സാധാരണക്കാരുടെ ജീവന് സംരക്ഷണമൊരുക്കാൻ ആരോഗ്യവകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നും അമ്പൂരിക്കാർ പറയുന്നു. ക്യാമറ പേഴ്സൺ രതീഷ് കട്ടേലയ്ക്കൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.